കാരണം ഞാൻ ഇന്നലെ ഇങ്ങനെ വരികയാണ്. മഗ്രിബിൻ്റെ സമയത്ത് ഞാൻ പ്ലെയിനിലാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് പ്ലെയിനിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വേറെ ഒരാൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. പ്ലെയിന് സ്റ്റാർട്ടായിട്ടില്ല, പ്ലെയിന് പൊന്തിയിട്ടില്ല, പ്ലെയിനിൽ ഇരിക്കുകയാണ്. അതിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇവൻ ഫോൺ ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നത് എന്താണ് ഞാൻ ഇങ്ങനെ കേട്ടു, അടുത്ത സീറ്റിലായതുകൊണ്ട് ഞാൻ കേട്ടു. അയാൾ പറയുന്നു, നിങ്ങൾ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ടിയില്ല, അസറിൻ്റെ കൂടെ മഗ്രിബിനെ ജമാക്കിയാൽ മതി. ഇതാണ് ഞാൻ പറയുന്നത് കേട്ടത്. അസറിൻ്റെ കൂടെ മഗ്രിബിനെ ജമാക്കിയാൽ മതി. ഇത് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വിളിച്ച് വേറൊരാൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അദ്ദേഹം പ്ലെയിനിൽ വന്ന് ഇറങ്ങിയാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വരുന്ന ആളുകളോട് നിങ്ങൾ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി നാട്ടിൽ നിൽക്കണമെന്നില്ല, നിങ്ങൾക്ക് അസറിൻ്റെ സമയത്ത് തന്നെ മഗ്രിബ് നിസ്കരിച്ചിങ്ങ് പോരാന്നാണ് പറയുന്നത് എന്ന് തോന്നുന്നു. എത്ര ദൂരെ നിന്നാണെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തോട്, ഞാൻ ബാക്കിലെ സീറ്റിലാണ്, അദ്ദേഹം മുന്നിലെ സീറ്റിലാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് പറ്റൂല മോനെ, അങ്ങനല്ല എന്ന് പറഞ്ഞു. കേട്ട് ഞാൻ തിരുത്തി കൊടുത്തു. ഒരിക്കലും ഞാനിങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് ഞാൻ പറയാണ്, എത്ര വയലുകൾ പറഞ്ഞു ഞാനെന്നല്ല, എത്ര മൊയ്ലാന്മാർ ഇവിടെ വയല് പറഞ്ഞു. പക്ഷെ വയല് കേൾക്കാൻ വരണ്ടേ, ആളുകൾ വയല് കേൾക്കണ്ടേ, വയല് കേൾക്കാൻ വരണല്ലോ, എന്നാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ, പറയുന്നത് മനസ്സിലാവുള്ളൂ. അതുപോലെ എത്ര ഇൽമിന്റെ സദസ്സുകൾ. പിന്നെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, മദ്രസയിലുണ്ട് ഇതൊക്കെ. പക്ഷെ മദ്രസയിൽ നിന്ന് പഠിച്ച കാലത്ത് അതൊന്നും തലേ കയറുന്ന കാലമല്ല. അതുകൊണ്ട് അത് പ്രായോഗികമായി വരുമ്പോഴാണ് ഓരോരുത്തരും അനുഭവപ്പെടുക. അപ്പൊ നമ്മൾ വയലിന്റെ സദസ്സുകൾ, ഇൽമിന്റെ സദസ്സുകൾ അത് ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തുന്നവർക്ക് അതിന്റെ കാര്യമുണ്ട്, അതിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ പറയട്ടെ, യാത്രക്കാരോട് കുറേ മസല പറയാണ്ട്, ഇന്ന് ഒന്ന് മാത്രം പറയും, ബാക്കി ഞാൻ നാളെ പറയും. സുബ്ഹാനല്ലാഹ്, ഇന്നലെ റമദാൻ ഒന്നിന്റെ അന്ന് ഒരാൾ എന്നെ വിളിച്ചു, വാട്സപ്പിൽ പറഞ്ഞാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ചോദിക്കുന്നു, റമദാൻ, നമ്മളെ നാട്ടിൽ റമദാനായി, അങ്ങനെ റമദാനായിട്ട് നോമ്പെടുത്തു. ആ നോമ്പെടുത്ത ആള് ബാംഗ്ലൂരിലേക്ക് പോയി. ഒരു ഉദാഹരണമാണ്, ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിൽ കൊല്ലം നമ്മളെ നോമ്പിന്റെ പിറ്റേ ദിവസമാണ് നോമ്പ്. അപ്പൊ ആ നോമ്പുകാരനായി ബാംഗ്ലൂരിലെത്തിയ ആള് അവിടെ നോക്കുമ്പോൾ നോമ്പില്ല. അയാൾ നോമ്പ് മുറിക്കണോ മുറിക്കണ്ടേ ചോദ്യമാണ്, മറുപടി അറിഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പറയണല്ലോ, ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയും, ഇന്ന് പറയൂല, അത് ഞാൻ നാളെ പറയാം. നോമ്പിന്റെ മസല ഇന്ന് നിസ്കാരത്തിന്റെ മാത്രം പറയാണ്. നമ്മൾ ഖസ്റും ജമ്മുമായി നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതെന്താണത്? എത്ര പ്രാവശ്യം ഏതെല്ലാം ക്ലാസ്സുകളിൽ ഏതെല്ലാം വയലുകളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. നമ്മൾക്ക് പലപ്പോഴും വയത് പറയാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നും, അത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞാണല്ലോ, അതിനാ പറയുന്നതെന്നൊക്കെ മനസ്സിലിങ്ങനെ തോന്നും. വാസ്തവത്തിൽ എനിക്ക് തോന്നുകയാണ് എല്ലാ കൊല്ലവും പറഞ്ഞു തന്നെ പറയണമെന്ന്. കാരണം ആദ്യം കേട്ടവർ പിന്നെ ഉണ്ടാവില്ല, പിന്നെ അന്ന് കേട്ടവൻ പിന്നെ ഉണ്ടാവില്ല. ഇങ്ങനെയാണല്ലോ, ചിലർക്ക് ആവർത്തനമായിരിക്കും, ചിലർക്ക് ബോധ്യമുള്ളതായിരിക്കും. ഞാൻ പറയാം, നിസ്കാരം ജംആക്കുക എന്ന് പറയുന്നത് ഒരു നിസ്കാരത്തോടുകൂടെ മറ്റൊരു നിസ്കാരത്തെ കൂട്ടി നിസ്കരിക്കുന്നതിനാണ് ജംആക്കുക എന്ന് പറയുന്നത്. ജം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുമിച്ച് കൂട്ടുക എന്നാണ് എൻ്റെ അർത്ഥം. അത് ഏത് നിസ്കാരങ്ങളാണ് അങ്ങനെ പറ്റുന്നത്? എല്ലാ നിസ്കാരവും പറ്റൂല. സുബിഹി നിസ്കാരം ഒരു നിസ്കാരത്തോടുകൂടിയും കൂട്ടി നിസ്കരിക്കാൻ പറ്റൂല. അത് സുബിഹിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. അത് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് നിസ്കരിക്കണം. അതുപോലെ തീവണ്ടിയിലാണെ തീവണ്ടിയിൽ നിന്ന് നിസ്കരിക്കണം. അതുപോലെ കപ്പലിലാണെ കപ്പലിൽ നിന്ന് നിസ്കരിക്കണം. എത്ര പ്രാവശ്യം സുബഹി നിസ്കാരം പ്ലെയിനിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഈ അടുത്തും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് UAE പോകുമ്പോൾ പ്ലെയിനിൽ നിന്നാണ് അന്ന് സുബഹി നിസ്കരിച്ചത്. ഞാൻ വിചാരിച്ചു നിസ്കരിക്കാൻ മുന്നിൽ ഈ ബിസിനസ് ക്ലാസ്സിൻ്റെ അടുത്ത് നല്ല വീതി ഉണ്ടാവും, അവിടെ പോയിട്ട് നിസ്കരിക്കാൻ വിചാരിച്ചു. ഞാൻ എക്കോണമിക് ക്ലാസ്സാണ് എടുത്തത്. ബിസിനസ് ക്ലാസ് എടുത്തിട്ട് നമ്മൾ സിറാജിൽ തന്നെ പൈസ വേണ്ടാന്ന്, അതിന് കൂടുതൽ ചിലവാക്കേണ്ട, ഞാൻ സാധാ ക്ലാസ്സാണ് എടുത്തത്. അങ്ങനെ മുന്നിൽ പോയിട്ട് നിസ്കരിക്കാൻ വെച്ച് ഞാനവിടെ പിരിക്കാൻ നോക്കുമ്പോഴേക്ക് അതിലുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും ഇവിടുന്ന് നിസ്കരിക്കാൻ പറ്റൂല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവർ പറഞ്ഞ അങ്ങ് നിസ്കരിക്കാം. ഞാൻ ബേക്കോട്ട് പോയി. നേരെ ബേക്കിൽ പോയപ്പോൾ ബാലിൻ്റെ അടുത്ത് നല്ല സ്ഥലമുണ്ട്, അവിടെ നിസ്കരിക്കുന്നതിന് അവരോട് തടസ്സവും പറഞ്ഞില്ല. പ്ലെയിനിൽ നിന്ന് സുബഹി നിസ്കരിച്ചു. അത് ഖിബലക്ക് തിരിഞ്ഞ് തന്നെ നിസ്കരിക്കണം. ഖിബലക്ക് തിരിഞ്ഞ് തന്നെ നിസ്കരിക്കാൻ പറ്റും. ഖിബല തിരിയാത്ത പ്രശ്നമൊന്നും പ്ലെയിനിലില്ല, എല്ലാം തിരിയും. നമുക്ക് മനസ്സിലാകണമെന്ന് വിചാരിച്ചാൽ മതി, വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും. എത്രയോ കൊല്ലങ്ങളായി എത്രയോ സുബഹി ഞാൻ പ്ലെയിനിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. വേറെ നിസ്കാരങ്ങൾ പലപ്പോഴും ദീർഘമായ യാത്രയാകുമ്പോൾ പലപ്പോഴും ജമാക്കാൻ പറ്റുന്നതായിരിക്കും. സുബഹിന്റെ കാര്യമാണ് വലിയ ബേജാറ്. കഴിയുന്നതും സുബഹി കുടുങ്ങാതെ പ്ലെയിനിൽ ടിക്കറ്റ് എടുക്കലാണ് സുഖം, അതിരിക്കട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഖളാകാതെ നിസ്കരിക്കണമല്ലോ. നമ്മൾ ഓതിയ ആയത്തിന് ഏതായിരുന്നു?
വഖാമുസ്സല, നിസ്കാരം മുറക്ക് നിർവഹിക്കണം. അതില്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യന് ജീവിതം ഇല്ല. ഇനി ജമാക്കാൻ പറ്റുന്ന നിസ്കാരം ഏതാണ്? അതിനുണ്ട് കണക്ക്. ഏതെല്ലോ എന്തിനാണെല്ലാം കൂട്ടിപ്പിടിക്കാനൊന്നും പറ്റൂല. മഗ്രിബിനെ ഇശാഅ് കൊള്ള അങ്ങോട്ട് ജമാക്കാം, അങ്ങോട്ട് കൂട്ടാം. അതേപോലെ ഇശാഅ് നിസ്കാരത്തെ മഗ്രിബ് കൊള്ള ഇങ്ങോട്ടും കൂട്ടാം. അസറിന്റെ കൂടെ ളുഹുറിനെ കൂട്ടാം, ളുഹുറിനോട് കൂടെ അസറിനെയും കൂട്ടാം. എന്നല്ലാതെ മഗ്രിബ് ഒരിക്കലും അസറിന്റെ കൂടെ കൂട്ടാൻ പറ്റൂല, ഇശാഅ് സുബീന്റെ കൂടെ കൂട്ടാൻ പറ്റൂല, ളുഹുർ സുബീന്റെ കൂടെ കൂട്ടാൻ പറ്റൂല. അപ്പോ അസർ മഗ്രിബിന്റെ കൂടെ കൂട്ടി നിസ്കരിക്കുക ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ട് അൽഹംദുലില്ലാഹ് അത് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്തു. പിന്നെ അയാൾ പ്ലെയിനിൽ നിന്ന് ബിരിയാണി എല്ലാം വാങ്ങുമ്പോൾ എന്നെയും ബിരിയാണിയൊക്കെ സൽക്കരിച്ചു. പക്ഷേ ഞാൻ ആദ്യം തന്നെ ഭക്ഷണം കൊണ്ടുവന്നുകൊണ്ട് അയാളെ ബിരിയാണി വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ചെറുപ്പക്കാരനെ സ്വീകരിച്ചു. അപ്പൊ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കാരം ജംആക്കി നിസ്കരിക്കുക. അത് ളുഹ്ർ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ നമ്മൾ കരുതണം. അസർ ആ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതണം, ളുഹ്റിന്റെ കൂടെ ഞാൻ അസറും കൂടി ഒന്നിച്ച് നിസ്കരിക്കും എന്ന് മനസ്സിൽ കരുതണം. അത് ളുഹ്ർ നിസ്കാരത്തിലായിരിക്കണം കരുത്ത്. ഒന്നുകിൽ നിസ്കാരത്തിൽ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിസ്കാരത്തിലായിരിക്കണം കിടക്കുന്നത്. നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്താൽ മതി. അതിനെ മറ്റേ നിയ്യത്തിന്റെ കൂടെ ഇതും കൂടി കൂട്ടിയിട്ട് ആ അല്ലത്താവും തോന്നുന്നുണ്ടെങ്കിൽ ശേഷം സലാം വീട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നിയ്യത്ത് ചെയ്താൽ മതി. നിയ്യത്ത് ചെയ്യാവൂ പറയരുത്, പറഞ്ഞാൽ നിസ്കാരം പത്രമായി പോകും. മനസ്സിൽ കരുതുക. അത് കഴിഞ്ഞ് ളുഹ്ർ നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് ഇഖാമത്ത് കൊടുത്ത് ഇഖാമത്തിന്റെ ദുആയും കഴിഞ്ഞ് ഉടനെ നിസ്കരിക്കണം. കൂടുതൽ സമയം വൈകാൻ പാടില്ല. വളരെ പെട്ടെന്ന് നിസ്കരിക്കണം. ളുഹ്റിന്റെ കൂടെ അസറും കൂടി നിസ്കരിക്കും. അപ്പൊ ളുഹ്ർ നിസ്കാരത്തിന്റെ കൂടെ അസറിനെ ഇങ്ങോട്ട് മുന്തിച്ച് ഒന്നിച്ച് നിസ്കരിക്കാം. അതാണ് തഖ്ദീമിന്റെ ജംഅ് എന്ന് പറയുന്നത്. ഇനി തിരിച്ച് ഒരാള് പ്ലെയിനിലാണ് അല്ലെ യാത്രയിലാണ് ളുഹ്റിന്റെ സമയത്ത്, അസറിന് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് എത്തും എന്ന് കണ്ടാൽ അദ്ദേഹത്തിന് സുഖം എന്താണ്? ളുഹ്റിനെ അസർ കൊള്ള അങ്ങോട്ട് പിന്തിച്ച് ജമാക്കാം. അങ്ങനെയാകുമ്പോൾ ളുഹ്റിന്റെ സമയത്ത് നമ്മൾ മനസ്സിൽ കരുതണം, ളുഹ്ർ നിസ്കാരം, ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം ഞാൻ അസറിന്റെ കൂടെ ഒന്നിച്ച് നിസ്കരിക്കും എന്ന് കരുതണം. അത് കരുതിയതിന് ശേഷം പിന്നെ അസറായതിനു ശേഷം അല്ല അസർ നിസ്കരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ളുഹ്ർ നിസ്കരിച്ചാലാണ് നല്ലത്, പിന്നെ അസറും നിസ്കരിക്കുക. നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ഒന്നാമത്തെ റക്അത്തിൽ കരുതേണ്ടതുണ്ട്, ളുഹ്റിൽ കരുതേണ്ടതുണ്ട്. ളുഹ്ർ ആദ്യം നിസ്കരിക്കണമെന്ന് പിന്നെ പറഞ്ഞിട്ടില്ലല്ലോ, എന്നാലേ ളുഹ്റിൽ കരുതാൻ പറ്റുള്ളൂ. അസറിന്റെ കൂടെ നിസ്കരിക്കും. ഇതേപോലെ തന്നെയാണ് മഗ്രിബും ഇശാവും. മഗ്രിബിന്റെ കൂടെ ഇശായിനെ ഇങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിൽ കരുതണം, ഇശായിനെ ഞാൻ ഇതിന്റെ കൂടെ നിസ്കരിക്കുമെന്ന് കരുതണം. എന്നിട്ട് മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഇശാ നിസ്കരിക്കണം. അതേപോലെ ഇശാ അങ്ങോട്ടെത്തിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മഗ്രിബിന്റെ സമയത്ത് നമ്മൾ മനസ്സിൽ കരുതണം, ഇശാ നിസ്കാരത്തോടു കൂടെ ഞാൻ മഗ്രിബ് നിസ്കാരത്തെ പിന്തിച്ച് ഒന്നാക്കി നിസ്കരിക്കും എന്ന് മനസ്സിൽ കരുതണം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഗ്രിബ് നിസ്കരിച്ച് ഉടനെ തന്നെ ഇശാവും നിസ്കരിക്കാം. ഉടനെ ആകൽ നിർബന്ധമില്ല, നല്ലതാണ്. അങ്ങനെയാണ് ജംഇനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഒരു കാര്യം, ഖസ്ർ എന്ന് പറയുന്നത് എന്താണ്? ഖസ്ർ എന്ന ചുരുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചുരുക്കി നിസ്കരിക്കുക. അത് 3 നിസ്കാരത്തിന് മാത്രമേ ഖസ്റുള്ളൂ. അതൊന്ന് ളുഹ്ർ നിസ്കാരം, അത് 4 ഉള്ളത് 2ആക്കി നിസ്കരിക്കുക. അതിന് ചുരുക്കി നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ അങ്ങനെ ചെയ്യാം. അതിന് ജമ്മ് വേണമെന്നില്ല. ഒരാൾ ളുഹ്റിന്റെ സമയത്ത് ളുഹ്ർ നിസ്കരിക്കുന്നു, അസറിന്റെ സമയത്ത് അസറും നിസ്കരിക്കുന്നു ആയിക്കോട്ടെ. ആ നിസ്കരിക്കുന്ന സമയത്ത് ആ ളുഹ്ർ 2 റക്അത്ത് ചുരുക്കി നിസ്കരിക്കുന്നു എന്ന് കരുതി യാത്രക്കാരൻ അവൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. എന്നല്ല, വളരെ ദീർഘമായ യാത്രയാണെങ്കിൽ 2 നിസ്കരിക്കുന്നതാണ് 4 നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം. അതേപോലെ അസറും 4 ഉള്ളത് 2ആക്കി നിസ്കരിക്കുന്നതാണ് പുണ്യം. വളരെ നീണ്ട യാത്രയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം എത്ര അതിൻ്റെ ദൂരം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ച ഉണ്ട്. നിങ്ങളുടെ നാട്ടുകാരനായോ അബ്ദുൽ ഗഫൂർ സഖാഫി അതിനെപ്പറ്റി ഒരു കിതാബൊക്കെ എഴുതുന്നുണ്ട്, അല്ലെ എഴുതിയിട്ടുണ്ട്, അല്ലെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. നമ്മളെ പഴയ കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വന്നത് 132 കിലോമീറ്റർ എന്നാണ്. അപ്പം 132 ഉണ്ടായാൽ എന്തായാലും പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പം 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ, അദ്ദേഹത്തിന് ജംആക്കൽ അനുവദനീയമാണ്, ഖസ്റാക്കൽ അനുവദനീയമാണ്, അത് പുണ്യമല്ല. അതേ സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു പകുതിയും കൂടി ദൂരം കൂടുതലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഖസ്റാക്കലാണ് പുണ്യം. 4 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നതാണ് പുണ്യം. അതാണ് ഖസ്ർ, ചുരുക്കി നിസ്കരിക്കുക. ഇനി ഖസ്റും ജമ്മും രണ്ടും ഒരേ സമയത്ത് പറ്റും. ഒന്നിച്ച് നിസ്കരിക്കുന്നതോടുകൂടി തന്നെ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അത് രണ്ടും അങ്ങനെയും ചെയ്യാം, വെവ്വേറെ ആയിട്ട് അങ്ങനെയും ചെയ്യാം. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, പാറക്കടവിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാള് പാറക്കടവിൽ നിന്ന് ഇത് രണ്ടും ചെയ്യാൻ പറ്റൂല. പിന്നെ പാറക്കടവ് വിടണം. പാറക്കടവ് എന്ന നാട് വിട്ടതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. ഈ മഹല്ലത്തിൽ നിന്നുകൊണ്ട് അയാൾക്ക് ഖസ്റാക്കാനും പറ്റൂല, എമ്മാക്കാനും പറ്റില്ല. കാരണം അയാളെ നാടാണ്, അയാൾ യാത്രക്കാരനായിട്ടില്ല, യാത്രക്കാരനാകാൻ പോകുന്നേ ഉള്ളൂ.
നാട് വിട്ടാലേ യാത്രക്കാരനാവുള്ളൂ. അവിടെ നാട് വിട്ടതിന് ശേഷം മാത്രമേ ഖസ്റും ജമ്മും ആക്കാൻ പാടുള്ളൂ. അതേ സമയത്ത് നമ്മൾ വേറൊരു രാജ്യത്ത് പോയതാണെങ്കിലോ, ഉദാഹരണത്തിന് ദുബായിൽ പോയ ഒരാളാണ്, അയാൾ അവിടെ നാട്ടുകാരനല്ല. ആ ദുബായിൽ പോകുന്ന ആള് അവിടെ എത്തുന്നത് വരെ അദ്ദേഹത്തിന് ഖസ്റും ജമ്മുമാക്കാം എന്നതിൽ തർക്കമില്ല. എന്നാൽ തർക്കമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാഫി മദ്ഹബിൽ തർക്കമില്ല എന്നർത്ഥം. ജമ്മു തീരെ പറ്റൂല എന്ന് പറഞ്ഞ മദ്ഹബുണ്ട്, ഹനഫി മദ്ഹബ് അത് വേറെ. ആ ജമ്മു അവർക്ക് ഹജ്ജിന് വേണ്ടി മാത്രമേ അവർക്ക് ജമ്മുള്ളൂ എന്ന് പറയുന്ന ചില മദ്ഹബുകളുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദുബായിൽ എത്തിയാൽ നമ്മൾ അവിടെ ഒരു 4 ദിവസം പൂർണ്ണമായി അവിടെ കൂടാൻ ഉദ്ദേശമില്ല. 2 ദിവസം കൊണ്ടെങ്കിൽ മടങ്ങി പോരുകയാണ്. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം ദുബായിൽ നിന്ന് പിന്നെ പിറ്റേന്ന് അബുദാബി പോയി, അതിൻ്റെ പിറ്റേന്ന് അല്ലെങ്കിൽ പോയി, അതിൻ്റെ പിറ്റേന്ന് റാസൽ ഖൈമ പോയി, ഇങ്ങനെ കറങ്ങുകയാണ്. അങ്ങനെ വന്നാൽ ഒരേ സ്ഥലത്ത് 4 ദിവസം പൂർണ്ണമായി താമസിക്കുക എന്ന ഉദ്ദേശമില്ലാതെ അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ യാത്ര തീരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഖസ്റും ജമ്മു ആക്കാൻ പറ്റും. അത് 4 ദിവസം പൂർണ്ണമായി ഒരു സ്ഥലത്ത് തങ്ങുമെന്ന നിയ്യത്തോടെ പോയാൽ അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ചാൻസ് തീരും. പിന്നെ അദ്ദേഹത്തിന് ആ ഇളവ് ഇല്ല. ഈ 4 ദിവസം എന്ന് പറയുന്നത് ചെന്ന് കയറിയ ദിവസം ആ എണ്ണത്ത് കൂട്ടൂല, തിരിച്ചിങ്ങോട്ട് പോരുന്ന ദിവസവും കൂട്ടൂല. പൂർണ്ണമായ 4 ദിവസം മാത്രമേ എണ്ണത്തിൽ കൂട്ടുകയുള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരേന്നിറങ്ങുമ്പോൾ ഇവിടുന്ന് ജമ്മാക്കി നിസ്കരിച്ചാൽ പോകാമെന്ന് വിചാരിക്കരുത്. നാട് വിട്ടതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അസ്ർ നിസ്കാരം നഷ്ടപ്പെടും എന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലത് ളുഹറിന്റെ സമയത്ത് നമ്മൾ പുറപ്പെടുമ്പോൾ നിസ്കരിക്കാണ്ട് പുറപ്പെടുക. എൻ്റെ നാട് വിട്ടതിന് ശേഷം ളുഹർ നിസ്കരിക്കാണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ അസ്ർ കൂടി ഇങ്ങോട്ട് ജമ്മാക്കി നിസ്കരിക്കുക. അപ്പോൾ പ്രശ്നമില്ല. ഇവിടുന്ന് പോകുന്നവരാണെങ്കിൽ പേരോടെത്തിയിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പേരോട്ടുനിന്ന് പോകുന്ന ആൾ ഇങ്ങോട്ടാ പോകുന്നതെങ്കിൽ പാറക്കോട് എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി, എന്നാൽ പ്രശ്നമില്ല. സ്വന്തം നാട്ടിൽ നിന്ന് ജമ്മാക്കാനും കസറാക്കാനും പറ്റൂല. ഈ മസ്അലകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് എപ്പോഴും, പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്നവർക്ക് ആവശ്യമായി വരുന്ന, അതുപോലെ തന്നെ ദീർഘയാത്ര ബാംഗ്ലൂരിലും ബോംബെയിലൊക്കെ പോകുന്ന ആളുകൾക്ക് എപ്പോഴും ആവശ്യമായി വരുന്ന ഒരു മസ്അലയാണ്. ഇന്ന് യാത്രയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും വേണം. അത് നന്നായി തന്നെ ചെയ്യുകയും വേണം. ഒരാൾ പ്ലെയിനിലെ നിസ്കാരം മടക്കണ്ടേ എന്നൊരു സംശയം ചോദിച്ചത് കാണുന്നുണ്ട്. പ്ലെയിനിൽ വെച്ച് നിസ്കരിച്ച നിസ്കാരം ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് ശരിക്കും നിന്നുകൊണ്ടാണ് ഞാനൊക്കെ നിസ്കരിക്കാറ്. അങ്ങനെ നിസ്കരിച്ച നിസ്കാരമാണെങ്കിൽ അത് മടക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാതെ ശരിക്കും അതിൻ്റെ ശർത്തും ഫർദും ഒക്കാത്ത നിസ്കാരമാണ് നിർവഹിച്ചതെങ്കിൽ അതിൻ്റെ നിയമം മടക്കേണ്ടി വരും. അത് മറ്റൊന്നാണ്. ശർത്തും ഫർദൊക്കെ ഒപ്പിച്ച് നിസ്കരിച്ച നിസ്കാരമാണെങ്കിൽ ഒരിക്കൽ നിസ്കരിച്ച നിസ്കാരം പിന്നെ മടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരത്തിൻ്റെ മസ്അലകൾ നമ്മൾ പഠിക്കണം, നോമ്പിൻ്റെ മസ്അലകൾ പഠിക്കണം. നോമ്പിൻ്റെ ഒരുപാട് മസ്അലകൾ പഠിക്കാനുണ്ട്.